നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കൊച്ചുകുട്ടികളടക്കം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനിരകളാകുന്ന സാഹചര്യത്തിൽ 2031 ആകുമ്പോഴേക്കും തെരുവ് നായ്ക്കളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കുന്ന തെരുവ് നായ പ്രജനന നിയന്ത്രണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം നമുക്ക് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്. ഏകദേശം 3.5 ലക്ഷം നായ്ക്കൾ ഇന്ന് കേരളത്തിൽ തെരുവ് നായ്ക്കളാണ്. അപ്പോൾ ആ തെരുവ് നായ്ക്കളെ മുഴുവൻ വന്ധ്യീകരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് പോകുന്നത്. നമ്മൾ എങ്ങനെ ശ്രമിച്ചിട്ടും ആ വന്ധ്യീകരണം നല്ല സ്പീഡിൽ പോകുവാൻ പറ്റുന്നില്ല. പോർട്ടബിൾ ആയിട്ടുള്ള ABC സെന്റർ കൊണ്ടുവരിക എന്നുള്ളതാണ്. പോർട്ടബിൾ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അതിന് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റും. ആ നിലയ്ക്കുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം മറ്റ് ABC സെന്റർ നമ്മൾ ഇവിടെ തുടങ്ങുന്ന അവിടെ ശക്തമായി ജനങ്ങളുടെ എതിരാണ്. കാരണം ഇവിടെ നായ്ക്കളെ കൊണ്ടുവരാൻ പാടില്ല, ഇവിടെ വന്ധ്യീകരിക്കുവാൻ പാടില്ല, അതിൻ്റെ വേസ്റ്റ് ഇവിടെ കിടന്ന് നാറും, അതുകൊണ്ട് ഇതുവഴിയൊന്നും നായ്ക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന സാധാരണ ജനങ്ങളെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ കാണുവാൻ കഴിയും. ഞങ്ങളുടെ തന്നെ കൊല്ലം ജില്ലയിൽ ഞാൻ ഇവിടെ ഒരു ഒച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് കീഴിൽ ആദ്യത്തെ തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രമാണ് ചാവക്കാട് യാഥാർത്ഥ്യമായത്. മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ABC കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപയോളം വകയിരുത്തി പുതിയ ഓപ്പറേഷൻ തിയേറ്റർ, ഓഫീസ്, സ്റ്റോർ, അണുനശീകരണ മുറി, നായ്ക്കളെ പാർപ്പിക്കുന്നതിനുള്ള കൂടുകൾ, CCTV സംവിധാനം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ചാവക്കാട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നും മുല്ലശ്ശേരി, ചാവക്കാട് ബ്ലോക്കുകൾക്ക് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരുവ് നായ്ക്കളെ ഇവിടെ വന്ധ്യംകരിക്കാം. പ്രതിമാസം 200ഓളം നായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MC റജിൽ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KP ജിതേന്ദ്രകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ജന്തുജന്യ രോഗങ്ങളും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ചടങ്ങിൽ ASF ടീമിനെയും മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിൽ നടത്തിയ ആഫ്രിക്കൻ പന്നിപ്പനിയുടെ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നിസ്തുല സേവനം നൽകിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളെയും അനുമോദിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഞ്ജുള അരുണൻ, റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ദേശീയപാത 66 ഒരുമനയൂർ മാങ്ങോട്ട് സ്കൂളിന് സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാറിലിടിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 7:30 അപകടം. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അമിത വേഗതയിൽ പോകുകയായിരുന്ന കാറിന് പുറകിൽ ഇടിച്ചത്. തുടർന്ന് ബസ് സൈഡിലെ കാനയ്ക്ക് മുകളിലേക്ക് കയറി സ്ലാബ് തകർന്നു. അപകടത്തെ തുടർന്ന് സർവീസ് റോഡിലെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ഡ്രൈനേജിലെ സ്ലാബുകൾ കമ്പികളില്ലാതെയാണ് വാർത്തിട്ടുള്ളത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം അപകട സാധ്യത വർദ്ധിക്കുന്നതായും ആരോപണമുണ്ട്. M കൃഷ്ണൻകുട്ടി സ്മാരക സമിതിയുടെ 2025 പുരസ്കാരത്തിന് കവിയും അക്ഷരശ്ലോക പരിപോഷകനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ അർഹനായി. ഡോക്ടർ PN ഗണേശ്, പ്രൊഫസർ M ഹരിദാസ്, A രാമകൃഷ്ണൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ക്ഷേത്രവാദ്യം, കഥകളി, ശാസ്ത്രീയ നൃത്തം, അക്ഷരശ്ലോകം എന്നീ കലാവിഭാഗങ്ങളിലെ മികവിന് ചാക്രിക്രമത്തിൽ കഴിഞ്ഞ 28 വർഷമായി നൽകുന്ന പുരസ്കാരമാണിത്. 12,000 രൂപയും കീർത്തിമുദ്രയും അടങ്ങുന്നതാണ് പുരസ്കാരം. നവംബർ 10 തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിന് എതിർവശമുള്ള ശ്രീപത്മം ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാരം സമ്മാനിക്കും. അടുപ്പുട്ടി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രായമായവർക്കും രോഗികൾക്കുമായുള്ള വിശുദ്ധ കുർബാന ഫഗ്രോ ദംശിഹോ നടത്തി. രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഉണ്ടായി. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, നവാഭിഷിക്തനായ ഫാദർ യാക്കോ പ്രിൻസ്, ഫാദർ സജയ് തുടങ്ങിയവർ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടൂപ്പ് K, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് നഴ്സ് പൗലോസ് കാതോലിക്ക ബാവയുടെ നാമധേയത്തിലുള്ള പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസ് സൗകര്യവും കിടപ്പ് രോഗികൾക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗിഫ്റ്റും ഒരുക്കിയിരുന്നു. മലബാർ സ്വതന്ത്ര മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാളിന് വെള്ളിയാഴ്ച വിളംബര ഘോഷയാത്രയോടെ തുടക്കമായി. വൈകിട്ട് 5-ന് യൂത്ത് ലീഗ്, സൺഡേ സ്കൂൾ, വനിതാ സമാജം എന്നിവർ സംയുക്തമായി വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന സന്ധ്യാ നമസ്കാരത്തിന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും കൈമുത്തും നേർച്ച വിതരണവും നടന്നു. രാത്രി 9 മുതൽ കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാരും വാദ്യകലാരംഗത്തെ പ്രശസ്തരും അണിനിരന്ന വിവിധ ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ പള്ളിയിൽ നിന്നും ആരംഭിച്ച് ദേശങ്ങൾ ചുറ്റി പുലർച്ചെ പള്ളിയിൽ സമാപിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാത നമസ്കാരം, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് 12-ന് 13ഓളം ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ പള്ളിയിൽ നിന്നും ആരംഭിച്ച് 4 മണിക്ക് പള്ളിയിൽ തന്നെ തിരിച്ചെത്തും. തുടർന്ന് പേരുകേട്ട ഗജവീരന്മാർ പള്ളി അങ്കണത്തിൽ അണിനിരക്കും. 5 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, പൊതുസദ്യയോടെയാണ് പെരുന്നാളിന് സമാപനമാകുക. ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട്, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും വിവിധ യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നടന്നു. നവീകരിച്ച മൈക്രോ ലാബിന്റെ കൂദാശയും ഉദ്ഘാടനവും ഭദ്രാസനാധിപനും മലങ്കര ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. കൂദാശ ചടങ്ങിൽ ഫാദർ ഉറുമ്പിൽ ജോൺ കോർ എപ്പിസ്കോപ്പ, കുന്നംകുളം ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, മറ്റു വൈദികർ, ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഡോക്ടർമാർ, സ്കൂൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നവാഭിഷിക്തനായ ഫാദർ ഗീവർഗീസ് മാത്യു, ഫാദർ യാക്കോ പ്രിൻസ്, ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ലിൻസി, പൾമണോളജി വിഭാഗത്തിലെ ഡോക്ടർ ബാബു മാത്യൂസ് എന്നിവരെ ആദരിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഫാദർ സ്റ്റീഫൻ ജോർജ്, ഡോക്ടർ ബാബു മാത്യൂസ്, ഡോക്ടർ അഖിൽ പോൾ, ഡോക്ടർ ലിൻജു, ആശുപത്രി ട്രഷറർ മോൺസി അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ പാലുവായിൽ വീടിനു പുറകിലെ പാചകപ്പുരയിൽ നിന്നും 4 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. സാംസ്കാരിക പ്രവർത്തകൻ പാലുവായ് പല്ലവി റോഡിൽ വലിയകത്ത് ലിയാഖത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീട്ടുകാർ വിറകെടുക്കുന്ന സമയത്താണ് പാമ്പിനെ കണ്ടത്. ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. മമ്മിയൂർ ക്ഷേത്രത്തിനടുത്ത് റോഡരികിൽ നിന്നും 6 അടി നീളമുള്ള പെരുമ്പാമ്പിനെയും പിടികൂടി. പാമ്പുകളെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും ചാവക്കാട്ടെ പ്രമുഖ പൊതുപ്രവർത്തകനും വ്യാപാരിയുമായ സഫറുദ്ദീന്റെ നിര്യാണത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. AH അക്ബർ, CH റഷീദ്, KV ഷാനവാസ്, ഫിറോസ് P തൈപ്പറമ്പിൽ, K നവാസ്, ജോജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.